വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെപ്പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. അവർ പറഞ്ഞു, ഇവൻ ജോസഫിൻ്റെ മകനായ യേശു അല്ലേ? ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ടോ എന്നല്ല ഇതിനർത്ഥം, ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോ. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മളിന്ന് വായിച്ചു കേട്ട വചനഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങളാണ്. യോഹന്നാൻ 6:35 വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ആ വചനം പറഞ്ഞാണ് ഇത് ആരംഭിക്കുന്നത്. ഈ വചനഭാഗം ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈശോ പറയുകയാണ്, ഞാനാണ് ജീവൻ്റെ അപ്പം. നമ്മൾ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 7 ഐ ആം സേയിങ്സ് ഉണ്ട്. അതായത് ഞാനാകുന്നു എന്ന് ഈശോ പറയുന്നത് 7 ഇടത്തായിട്ട് യോഹന്നാൻ 7 എണ്ണം ആയിട്ട് യോഹന്നാൻ എഴുതി വെക്കുന്നുണ്ട് തൻ്റെ സുവിശേഷത്തിൽ. ഉദാഹരണം പറഞ്ഞപ്പോൾ, ഞാനാണ് ജീവൻ്റെ അപ്പം, ഞാനാണ് വാതിൽ, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ നല്ലിടയനാകുന്നു. ഇങ്ങനെയുള്ള 7 ഐ ആം സേയിങ്സ്, ഞാനാകുന്നു എന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈശോ ഈ വചനം പറയുന്നത് ഇത് ഒരു ഉത്തരമായിട്ടാണ്. അതായത് നമ്മളിത് തുടങ്ങിയത് എവിടെ നിന്നാണ്? യോഹന്നാൻ 6:35. അപ്പം 34 ജനം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പം ജനം ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണമെന്നാണ് പറയുന്നത്. എപ്പോഴും ഈ അപ്പം ഞങ്ങൾക്ക് വേണം. അപ്പോഴാണ് ഈശോ പറയുന്നത്, കാരണം ഈ ജനം നോക്കിയത് എവിടെയാണ്? ജനം നോക്കിയത് ലോകത്തിൻ്റെ അപ്പത്തെയാണ്, ലോകത്തിൻ്റെ ആവശ്യങ്ങളെയാണ്, തങ്ങളുടെ ഭൗതികമായ ചില നന്മകളിലേക്കാണ് ജനം നോക്കിയത്. അതിനെ നോക്കിക്കൊണ്ട് അതെല്ലാം ഇവന് തരാൻ കഴിയും, ഇതെല്ലാം തരാൻ കഴിയുന്ന ഒരാൾ, അവനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ ഒരു വിചാരത്തോടു കൂടിയാണ് ഈ ജനം യേശുവിനോട് ചോദിക്കുന്നത്, എന്ത്? കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്കെന്നും വേണം. അപ്പോഴാണ് ഈശോ അവർക്ക് ഒരു മറുപടി കൊടുക്കുന്നത്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ചീത്തയാകുന്ന, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുമിള പോലെ ഒന്ന് കണ്ട് ഭംഗിയുണ്ടായിരുന്നു പിന്നെ പൊട്ടിപ്പോകുന്ന, നശിച്ചു പോകുന്ന ഒരപ്പമല്ല, ലോകത്തിൻ്റെ ഭൗതികമായൊരു വസ്തുവല്ല. പിന്നെയോ, ഞാനാണ് ജീവൻ്റെ അപ്പം. ഞാനാണ് ജീവൻ്റെ അപ്പം. ഇപ്പോഴുള്ളവർ ഈശോ ഇത് പറയുക, ഞാനാണ് ജീവൻ്റെ അപ്പം. അപ്പോൾ അടുത്തൊരു ചോദ്യമുണ്ട്, ഈ ജീവൻ്റെ അപ്പം ഇതെങ്ങനെ കിട്ടും? ഒറ്റ ഉത്തരവേ ഉള്ളൂ, യേശുവിൻ്റെ അടുക്കൽ വരണം. വേറെ എങ്ങും പോയിട്ട് കാര്യമില്ല, വേറെ എവിടെയും പോയിട്ട് ഇത് കിട്ടില്ല. ക്രിസ്ത്യാനി, നിനക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു നന്മ എന്താണെന്നറിയാമോ? നീ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എന്നേക്കും ജീവൻ നൽകുന്നത്. കാരണം അതും വെറുതെയല്ല, സമൃദ്ധമായി നൽകുന്ന,
സമൃദ്ധമായി നിനക്ക് ജീവൻ നൽകുന്ന ഒരപ്പത്തെ, ഒരു കൃപയെ, ഒരു കരുണയെ, പരിശുദ്ധാത്മാവിൻ്റെ നന്മയെ നിനക്ക് തരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നീ അപ്പാ പിതാവേ എന്ന് നീ ചങ്കുപൊട്ടി വിളിക്കുന്നത്. ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നീ വരണം, യേശുവിൻ്റെ അടുക്കിലേക്ക് വരണം. യേശുവിൻ്റെ അടുക്കിലേക്ക് വരാതെ ഈ അപ്പം ഒരിക്കലും കിട്ടുകയില്ല. അത് യോഹന്നാൻ 6:35 പറയുന്നത്, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ലെന്നാണ് പറഞ്ഞേ. അപ്പോൾ അതായത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ അറിയാമോ, നമ്മൾ യേശുവിൻ്റെ അടുക്കൽ, ഈശോ പറഞ്ഞില്ലേ എൻ്റെ അടുക്കൽ വരണം, ഇല്ലേ, യേശുവിൻ്റെ അടുക്കൽ വരണം. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥം കൂടെയുണ്ട്. എന്താ? യേശുവിൽ വിശ്വസിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? യേശുവിൻ്റെ അടുക്കൽ വരിക എന്ന് പറയുമ്പോൾ, അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ അതിൽ മറ്റൊരർത്ഥമുണ്ട്, യേശുവിൽ വിശ്വസിക്കണം. അപ്പോഴാണ് ഈ ജീവൻ്റെ അപ്പം കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും ഈ ജീവൻ നൽകുന്ന ഈ നന്മ കിട്ടില്ല. അല്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ദൈവകൃപ എന്നിലേക്ക് ഇറങ്ങില്ല. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, യേശുവിൻ്റെ അടുക്കൽ നീ ഒന്ന് മുട്ടമേ നിൽക്കാമോ, യേശുവിന് മുമ്പിൽ നിന്റെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ, ചങ്കു പൊട്ടി ഈശോയെ എനിക്ക് നിന്റെ കൃപ തരണമേ എന്ന് നീ ഒന്ന് ചങ്കു പൊട്ടി ഒന്ന് പറയാമോ? എൻ്റെ പൊന്നു മക്കളെ, നീ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തരും. അതാണല്ലോ മർക്കോസ് 11:24 വചനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഈ വചനം കേൾക്കുമ്പോൾ ഒരു അപകടമുണ്ട്. അപകടം എന്താണെന്ന് അറിയാമോ? അതായത് ഈ വചനം കേൾക്കുമ്പോൾ ലോകത്തിൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ നിനക്കത് കിട്ടും. മനസ്സിലായോ? ലോകം വെച്ച് നീട്ടുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി നീ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നത് കിട്ടും. ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ വാക്യം. ഈ മർക്കോസ് 11:24 പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്ത് കിട്ടുമെന്ന് നീ വിശ്വസിക്കുകയും നിനക്കത് കിട്ടുക തന്നെ ചെയ്യുമെന്നത്, ഈ വചനം ലോകത്തിൻ്റെ നന്മകൾ ലഭിക്കുന്നതിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നില്ല. പിന്നെയോ ദൈവത്തിൻ്റെ നന്മ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ, സ്വർഗത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ, കരുണ, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ, മക്കളെ നീ അത് ചോദിക്കാമെങ്കിലുണ്ടല്ലോ ഉറപ്പായിട്ടും നിനക്കത് തരും. നീ അത് ചോദിക്കേ. പലപ്പോഴും എൻ്റെ പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. അതായത് നമ്മൾ പറയുന്നല്ലോ, യേശുവിൻ്റെ അടുക്കൽ നമ്മൾ വരുന്നുണ്ട്, പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇത് രണ്ടും എന്നിൽ സംഭവിക്കണം. മനസ്സിലായോ? യേശുവിൻ്റെ അടുക്കൽ വരണം, യേശുവിൽ വിശ്വസിക്കണം. അപ്പോഴാണ് യേശുവിൻ്റെ അടുക്കൽ വരുന്നവന്, യേശുവിൽ വിശ്വസിക്കുന്നവന് അവനൊരിക്കലും വിശക്കുകയില്ല, അവനൊരിക്കലും ദാഹിക്കുകയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇതിൽ നമ്മൾ രണ്ട് വാക്കുകൾ, അതായത് എന്താ, വിശപ്പും ദാഹവും, ഇല്ലേ? വിശപ്പും ദാഹവും. ഇത് നമ്മൾ കേൾക്കുമ്പോൾ ശരീരത്തിൻ്റെ ഒരു വിശപ്പ്, ശരീരത്തിൻ്റെ ഒരു ദാഹം അങ്ങനെ തോന്നാം. മനസ്സിലായോ? അങ്ങനെ തോന്നാം. പക്ഷെ അതല്ല. ഇത് എന്ന് പറയുന്നത് ആത്മാവിൻ്റെ വിശപ്പാണ്, ആത്മാവിൻ്റെ ദാഹമാണ്. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്നത്, മനുഷ്യൻ അവന് ശരീരമുണ്ട്, ആത്മാവുണ്ട്, അല്ലേ? ശരീരവും ആത്മാവും ചേരുന്നതാണ് ഒരു മനുഷ്യൻ. പലപ്പോഴും നമ്മൾ ഈ ശരീരത്തിൻ്റെ വിശപ്പിന് തീർക്കാൻ വേണ്ടി, ശരീരത്തിൻ്റെ ദാഹം തീർക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഓടി നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈശോ പറയുന്നത് എന്താ? എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നെ സ്വീകരിക്കുന്നവൻ ദാഹിക്കുകയില്ല എന്ന് പറയുമ്പോൾ, ഇവിടെയുള്ളവരെ, അത് ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്നതായിട്ട് നിങ്ങൾ കാണരുതേ. അത് ആത്മാവിനെയും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തണം. ആത്മാവിൻ്റെ വിശപ്പ്, ആത്മാവിൻ്റെ ദാഹം അതുണ്ട്. അതങ്ങനെ ഒരു വാസ്തവമുണ്ട്. നിന്റെ ശരീരത്തിന് വിശക്കുന്നത് പോലെ നിന്റെ ആത്മാവിനും വിശക്കുന്നുണ്ട്. നിന്റെ ശരീരത്തിന് ദാഹിക്കുന്നത് പോലെ നിന്റെ ആത്മാവിനും ദാഹിക്കുന്നുണ്ട്. ഇത് നീ തിരിച്ചറിയണം. നമുക്ക് ബൈബിൾ പരിശോധിക്കാം. സങ്കീർത്തനങ്ങൾ 63:1, സങ്കീർത്തനം 63:1 പറയുന്നത് എന്താ? ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. വചനം പറയുക, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ആത്മാവിന് ദാഹമുണ്ട്, എൻ്റെ ആത്മാവിന് വിശപ്പുണ്ട്. യെശയ്യാ 26:9 വചനം പറയുക. യെശയ്യാ 26:9 പറയുന്നുണ്ട്, രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു, എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു. എന്തെന്നാൽ അങ്ങയുടെ കൽപ്പന ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കുന്നു. കണ്ടോ? രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു, എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതായത് എൻ്റെ ശരീരത്തിൻ്റെ വിശപ്പും ദാഹവും തീർത്ത് മാത്രം ഞാൻ ജീവിക്കരുത്.
എൻ്റെ ആത്മാവിനൊരു വിശപ്പുണ്ട്, എൻ്റെ ആത്മാവിനൊരു ദാഹമുണ്ട്. അത് യേശുവിന് വേണ്ടിയുള്ള ദാഹമാണ്, ഈശോയ്ക്ക് വേണ്ടിയുള്ള വിശപ്പാണ്, ദൈവകൃപ ആഗ്രഹിച്ചു കൊണ്ടുള്ളൊരു വിശപ്പാണ്, പരിശുദ്ധാത്മാവിൻ്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ടുള്ളൊരു ദാഹമാണ്. ഈ ആത്മാവിൻ്റെ ദാഹം തീർക്കണം മക്കളെ. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ശരീരത്തിന് സുഖം നോക്കി ജീവിക്കരുതേ. മനസ്സിലായോ? ശരീരത്തിന് സുഖം നോക്കി ജീവിക്കരുത്. അത് നമ്മളെ പാപത്തിലേക്ക് കൊണ്ട്, ഞാൻ പറഞ്ഞുതരാം. അത് നമ്മളെ പാപത്തിലേക്ക്, നമ്മളെ ശരീരത്തിന് സുഖം നോക്കി ജീവിക്കുന്നൊരു വ്യക്തിയുണ്ടല്ലോ, അവൻ്റെ ജീവിതം ക്രമേണ പാപത്തിലായി പോവുകയാണ്, പാപത്തിൽ വീണു പോവുകയാണ്. പക്ഷേ ആത്മാവിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആത്മാവ്, കർത്താവേ എനിക്ക് നിത്യജീവൻ വേണം, എൻ്റെ ആത്മാവ് നിൻ്റെ സന്നിധിയിൽ എത്തണം, സ്വർഗത്തിൽ എൻ്റെ ആത്മാവ് ആയിരിക്കണം. ഈ ഒരു ആഗ്രഹത്തോടു കൂടെ ആത്മാവിൻ്റെ വിശപ്പും ആത്മാവിൻ്റെ ദാഹവും മാറ്റാൻ വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കൃപയിൽ ജീവിച്ച് പാപം ചെയ്യാതെ ഒരു ദൈവ പൈതൽ ജീവിക്കുമ്പോഴുണ്ടല്ലോ, അവനെ സ്വർഗം തൻ്റെ കൈവെള്ളയിൽ കൊണ്ടു നടക്കും. മനസ്സിലായോ? സ്വർഗം തൻ്റെ കൈവെള്ളയിൽ ആ ദൈവ പൈതലിനെ കൊണ്ടു നടക്കും. അതുകൊണ്ട് നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഈശോ പഠിപ്പിക്കുന്നത്, അതായത് എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയില്ല എന്ന് പറയുമ്പോൾ അത് ആത്മാവിൻ്റെ ഒരു ആഗ്രഹം. അതാണ് ആദ്യം കാണേണ്ടത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 27 ഖണ്ഡിക ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവത്തിനായുള്ള ആഗ്രഹം മനുഷ്യ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു, കാരണം മനുഷ്യൻ ദൈവത്താലും ദൈവത്തിനു വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവനാണെന്നാണ്. മനസ്സിലായോ? ദൈവത്തിനായുള്ള ആഗ്രഹം മനുഷ്യ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു. മനുഷ്യൻ്റെ ആത്മാവിൽ ദൈവത്തോടുള്ള ആഗ്രഹം ഉണ്ടല്ലോ, അത് കൊത്തിവെച്ചിരിക്കുക, അത് തങ്ക ലിപികളിൽ എഴുതി വച്ചിരിക്കുക. ഈ ആത്മാവിൻ്റെ ആഗ്രഹം അത് തീർക്കാൻ, അതിനുവേണ്ടി നമ്മൾ ചെയ്യും. ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കണം. ആത്മാവിൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്നത് എങ്ങനെയാണ്? ദൈവവുമായിട്ടുള്ള ഒരു യോജിപ്പിലൂടെയാണ്, ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിലൂടെയാണ് ആത്മാവിൻ്റെ ആ ആഗ്രഹം നിറവേറുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവത്തോടുള്ള മനുഷ്യൻ്റെ സഹജമായ ദാഹത്തെക്കുറിച്ചാണ് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇവിടെ പഠിപ്പിക്കുന്നത്. ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കാൻ ഒരു മനുഷ്യൻ്റെ ആത്മാവ് എന്തുമാത്രം ആഗ്രഹിക്കുന്നു എന്നറിയാമോ? നിൻ്റെയൊക്കെ ആത്മാവുണ്ടല്ലോ, നമുക്കത് കാണാൻ കഴിയില്ല. നമ്മളിൽ ദൈവം നിവേശിപ്പിച്ച ഈ ആത്മാവിനെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഒരു സത്യമാണ്, തിരുസഭ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. എൻ്റെ ഉള്ളിൽ ദൈവം നിവേശിപ്പിച്ച ഒരു ആത്മാവുണ്ട്, അതൊരു സത്യമാണ്. ആ സത്യം നീ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉള്ളിലുള്ള ദൈവാത്മാവിനെ, ആ ദൈവം തന്നെ ഈ ആത്മാവിനെ ആത്മാവിനെ ദൈവവുമായിട്ടൊരു ഒരു എന്താ പറയുന്നത്, ഒരു ഐക്യത്തിൽ നീ കൊണ്ടുപോകണം. ആത്മാവ് എൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ദൈവവുമായിട്ടുള്ള ഒരു ഐക്യത്തിൽ നീ കൊണ്ടുപോകണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഈ വചനം ശുശ്രൂഷ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഈ ഒരു ആഗ്രഹത്തോടു കൂടെ ആണ് ഇത് കേൾക്കേണ്ടത്. അല്ലാതെ കുറേ ഈ ലോകത്തിൻ്റെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് രോഗസൗഖ്യം വേണം, എനിക്ക് സാമ്പത്തികം വേണം, എനിക്ക് നല്ലൊരു വീട് വേണം, എനിക്ക് നല്ല മക്കളെ വേണം, മക്കൾക്ക് നല്ല കുടുംബം, മക്കൾ നല്ല രീതിയിൽ വളരണം, അവർക്ക് നല്ല കുടുംബം വേണം, അവർക്ക് വീണ്ടും മക്കളെ വേണം, അങ്ങനെയുള്ള ഈ ലോകത്തിൻ്റെ ആവശ്യം വേണ്ടാന്നൊരിക്കലും പറയുന്നില്ല. ലോകത്തിൻ്റെ ആവശ്യങ്ങൾ വേണ്ടെന്നല്ല, വേണം. പക്ഷെ അതിനേക്കാളും മുകളിലായിട്ട് ദൈവം നിൻ്റെ ഉള്ളിൽ നിവേശിപ്പിച്ച ഈ ആത്മാവുണ്ടല്ലോ, ഈ ആത്മാവിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി എൻ്റെ പ്രിയമുള്ളവരെ നീ ആഗ്രഹിക്കണം. അങ്ങനെ ഒരു മനുഷ്യനായി മാറുന്നത് എപ്പോഴെന്നറിയാമോ? ശരീരത്തിൻ്റെ വിശപ്പ് നീക്കാൻ ശ്രമിക്കുമ്പോഴല്ല, ഉള്ളിലെ ആത്മാവിൻ്റെ വിശപ്പ് നീക്കാൻ ശ്രമിക്കുമ്പോഴാണ്. മനസ്സിലായോ? ഒരു മനുഷ്യനായി മാറുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, അതായത് ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഒരു പാപത്തിൻ്റെ ഒരു പ്രലോഭനം, ഉദാഹരണമാണ്, എൻ്റെ മുമ്പിൽ ഞാനൊരു മദ്യപിക്കുന്ന ഒരു കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ, എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരൊക്കെ മദ്യക്കുപ്പി തുറന്നിട്ട് അവർ മദ്യം ഒഴിച്ച് അവർ കുടിക്കുന്നു, എൻ്റെ അടുത്തും കുടിക്കാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ സുഖമാണ് നോക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മദ്യപിക്കും. ഉറപ്പാ. മനസ്സിലായോ? എൻ്റെ ശരീരത്തിൻ്റെ സുഖം അതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഞാൻ മദ്യപിക്കും, ഞാൻ ചീത്ത വിളിക്കും, ഞാൻ പ്രതികാരം ചെയ്യും. പക്ഷേ എൻ്റെ ഉള്ളിൽ, കർത്താവേ, നീ എനിക്ക് തന്ന ഒരു ആത്മാവുണ്ട്, ഈ ആത്മാവ് ഇത് നിന്നിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നതാ. ഈ ആത്മാവ് അത് ആഗ്രഹിക്കുമ്പോൾ ഞാൻ അതിന് വിപരീതമായിട്ട്, എൻ്റെ ശരീരം കൊണ്ട് ഞാൻ അതിന് വിപരീതമായിട്ട് നിൽക്കാൻ പാടില്ല.
ഈ ഒരു മനോഭാവത്തോടു കൂടിയാണ് ഞാൻ അവിടെ നിൽക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ മനോഭാവത്തോട് ഇരിക്കുന്ന ഒരു വ്യക്തി ആ കൂട്ടത്തിൽ നിന്നല്ല, ആ കൂട്ടം എവിടെയുണ്ടോ അതിൽ 7 അയലത്ത് പോലും നിൽക്കില്ല. മദ്യപിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ ഉള്ളിൽ മാത്രമല്ല, ആ മദ്യപിക്കുന്ന ഒരു കൂട്ടം അതിൻ്റെ 7 അയലത്ത് പോലും ആത്മാവിൻ്റെ വളർച്ച ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ നിൽക്കില്ല. അതാണ് മനസ്സിലായത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചാൽ നമ്മളെ അത് പാപത്തിൽ കൊണ്ടെത്തിക്കും. മനസ്സിലായോ? അതായത് ഒരാളെന്നെ ചീത്ത വിളിച്ചു. ഒരു ഉദാഹരണം പറയാം. ഒരാളെന്നെ ചീത്ത വിളിച്ചു. ഞാൻ അന്നേരം ഉത്തരം പറയുന്നില്ല, തിരിച്ചൊന്നും പറയുന്നില്ല. എന്നെ ചീത്ത വിളിച്ചു, ഞാനത് കേട്ട് മിണ്ടാതെ പോയി. എൻ്റെ ശരീരത്തിൻ്റെ സുഖത്തിൻ്റെ ശരീരത്തിൻ്റെ സുഖം, ശരീരത്തിൻ്റെ ആഗ്രഹം അത് നിറവേറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാനെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഒന്നുകിൽ ഞാൻ അയാളെ തിരിച്ചു പറയും. ഒരു ചീത്ത എന്നെ വിളിച്ചാൽ 10 എണ്ണം ഞാൻ തിരിച്ചു പറയും. അതൊന്ന്. ഇനി രണ്ടാമത്, ഇനി അഥവാ ഞാൻ പറഞ്ഞില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഉള്ളിലൊരു വിങ്ങലാ, എൻ്റെ ശരീരത്തിലൊരു വിങ്ങല. എന്താണെന്നറിയോ? എന്തിനാ അയാളെന്നെ ചീത്ത വിളിച്ചേ? എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നെ അയാൾ ചീത്ത വിളിച്ചു, ശരിയാ, പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റില്ല. 2 പറയേണ്ടതായിരുന്നു, 2 എണ്ണം പറയേണ്ടതായിരുന്നു. എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടു പോയല്ലോ. ഒരു വിങ്ങലുണ്ടോ ശരീരത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നൊരു വിങ്ങലായത്. മനസ്സിലായോ? എന്നെ ചീത്ത വിളിച്ച ഒരാളോട് തിരിച്ച് അഥവാ ഞാൻ പറഞ്ഞില്ലെങ്കിലും അയാളുടെ മനസ്സിലെന്തോ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടുപോയി, മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കുണ്ടായിരുന്ന വില നഷ്ടപ്പെട്ടു, ഒന്നും പറയാൻ പറ്റില്ല, 2 പറയേണ്ടതായിരുന്നു, ഇല്ലേ എൻ്റെ പ്രിയമുള്ളവരെ? പക്ഷേ എൻ്റെ ഉള്ളിലെ ആത്മാവിനുണ്ടല്ലോ, ഈ ആത്മാവിൻ്റെ ഹിതമനുസരിച്ച് ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്കത് പിന്നെ ഒന്നും തോന്നില്ല. അതാണല്ലോ ഈ ഫ്രാൻസിസ് അസീസിയൊക്കെ നമ്മളെ പഠിപ്പിച്ച. ഫ്രാൻസിസ് അസീസി ഒരിക്കൽ വഴിവക്കിലൂടെ നടന്നു പോകുമ്പോൾ, ഫ്രാൻസിസ് അസീസി അദ്ദേഹത്തിൻ്റെ ശിഷ്യനും വഴിവക്കിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു കൃഷിയിടത്തു നിന്ന് ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് ഫ്രാൻസിസ് അസീസിയെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചിട്ട് പോയി. എന്താ കാരണം ആർക്കും അറിയില്ല. ഫ്രാൻസിസ് അസീസി അദ്ദേഹത്തിൻ്റെ ശിഷ്യനും കൂടെ വഴി നടന്നു പോവുക. ആ സമയത്ത് ഒരു കൃഷിക്കാരൻ അദ്ദേഹത്തെ കൃഷിയിടത്ത് നിന്ന് ഇവർ നടന്നു വരുന്നത് കണ്ടിട്ട് തൻ്റെ കൃഷിപ്പണി നിർത്തിയിട്ട് ഓടി വന്ന് ഫ്രാൻസിസ് അസീസിയെ ചെവി പൊട്ടുന്ന രീതിയിലുള്ള കുറേ ചീത്തയും വിളിച്ചിട്ടങ്ങ് പോയി. കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ട് പോയി. ഫ്രാൻസിസ് അസീസി ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. മനസ്സിലായോ? ഉടനെ തൊട്ടപ്പുറത്തെ ശിഷ്യൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഫ്രാൻസിസേ, നീ ഇത് കേട്ടില്ലേ? നീ ഇത് കേട്ടില്ല, നിനക്ക് തിരിച്ചെന്ന് പറഞ്ഞുകൂടെ? നീ ഇത് കേട്ടില്ലയോ? മനസ്സിലായോ? അപ്പോൾ ഉടനെ ഈ ഫ്രാൻസിസ് എന്താ ഉത്തരം പറഞ്ഞതെന്നറിയാമോ? അതായത്, ഇത് ദൈവം ആഗ്രഹിക്കാതെ അല്ലല്ലോ എനിക്ക് വന്നേ. ഒരു പക്ഷേ ദൈവത്തിന് എന്നെ 2 വഴക്ക് പറയണമെന്ന് തോന്നിക്കാണും. അത് ദൈവം ഒരാളിലൂടെ അങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇതാണ് ആത്മാവിൻ്റെ ഉയർച്ച ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ദൈവം അറിയാതെ എന്നിലൊന്നും സംഭവിക്കില്ല. ദൈവമായിരിക്കാം ഒരുപക്ഷെ അയാളെ എൻ്റെ അടുത്തേക്ക് വിട്ടത്. ഒരുപക്ഷെ എൻ്റെ ഉള്ളിൽ ചില തിരുത്തൽ ആവശ്യമുണ്ട്. അസീസി പറയുക, എൻ്റെ ഉള്ളിൽ ചില തിരുത്തൽ ആവശ്യമുണ്ട്. എൻ്റെ ഉള്ളിൽ ചില പാപത്തിൻ്റെ ചില പ്രലോഭനങ്ങളിലേക്കുള്ള ചായ്വുണ്ട്. അത് ഇല്ലാതാക്കാൻ വേണ്ടി ദൈവമായിട്ട് ഒരുക്കി കൊണ്ടുവന്നതായത്. അതങ്ങനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നാ വലിയ ചിന്തയാ, എന്നാ വലിയ ഒരു പാഠമാണ്, ഒരു ധ്യാനം കൂടിയ ഒരു അനുഭവമാണ് സത്യം പറഞ്ഞാൽ അവിടെ സംഭവിച്ച ഒരു 1.5 മണിക്കൂറുള്ള ഒരു ധ്യാനം കൂടിയൊരു അനുഭവം. മനസ്സിലായോ? അപ്പോൾ എൻ്റെ പ്രിയമുള്ളവർ, ഈ ആത്മാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ പറയാൻ കഴിയൂ. ഏത് പ്രതികൂല സാഹചര്യം വന്നാലും കർത്താവിലുള്ള വിശ്വാസത്തിൽ അചഞ്ചലമായി ഉറച്ചു നിൽക്കും. ഏത് തിക്താനുഭവം വന്നാലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാവിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ജീവിക്കുന്നൊരു വ്യക്തി കർത്താവിന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ ഇഷ്ടത്തിനൊടുത്ത് എൻ്റെ മക്കളെ നമ്മുടെ ജീവിതം കൊണ്ടുപോകുക. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പാപത്തിലേക്ക് വീഴും. അങ്ങനെ പാപത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും എനിക്കെൻ്റെ കർത്താവിനെ കാണാനായിട്ട് കഴിയില്ല. മനസ്സിലായോ? പാപത്തിൽ വീഴുന്ന ഒരു വ്യക്തിയെ ഞാൻ പാപത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ കർത്താവിനെ ദർശിക്കാൻ കഴിയില്ല. എനിക്ക് കർത്താവിനെ സ്തുതിക്കാൻ കഴിയില്ല. കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് എന്താ പറയുന്നത്, എൻ്റെ ശരീരം ഇവിടെ ഉണ്ട്, പക്ഷെ മനസ്സ് വേറെ പലയിടത്തും ആയിപ്പോവും. ഞാൻ പാപത്തിലാണെങ്കിൽ പാപത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തി ആ പാപത്തോട് ചേർന്ന രീതിയിലായിരിക്കും ആയിപ്പോവും.
മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കണം, ചിലരുടെയൊക്കെ പ്രവൃത്തി കണ്ടാലറിയാം അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, ചിലരുടെ സംസാരം കേട്ടാലറിയാം അവരെങ്ങനെയാണ് ഓരോ ദിവസവും ജീവിക്കുന്നതെന്ന്. പാപത്തിലായിപ്പോയി. ശരീരത്തിന് ഇഷ്ടമനുസരിച്ച് ജീവിച്ചാൽ പാപത്തിൽ വീണു പോകും. അതാണല്ലോ പ്രഭാഷകൻ 15:9 വചനം പറയുന്നത്. പ്രഭാഷകൻ 15:9 സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നുമില്ലെന്നാ. കണ്ടോ, പാപത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അവന് പ്രാർത്ഥിക്കാൻ കഴിയില്ല. ശരീരത്തിന് ഇഷ്ടമനുസരിച്ച് വ്യക്തി ജീവിക്കുമ്പോൾ, ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അവൻ പാപത്തിലായി പോകുമ്പോൾ പിന്നീട് ഒരിക്കലും അവന് കർത്താവിനെ കാണാൻ കഴിയില്ല, കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ കഴിയില്ല, കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. പിന്നെ സ്വന്തം താല്പര്യം, പിന്നെ ശരീരം ആണ് നിയന്ത്രിക്കുന്നത്. ശരീരം നിയന്ത്രിക്കും. ഒരു മൃഗം ജീവിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ജീവിക്കും. ഒരു മനുഷ്യനൊരിക്കലും ഒരു മൃഗം ജീവിക്കുന്നത് പോലെ, ഒരു നാൽക്കാലി മൃഗം ജീവിക്കുന്ന പോലെ ഒരു മനുഷ്യനൊരിക്കലും ജീവിക്കരുത്. അങ്ങനെ ജീവിക്കുമ്പോൾ പ്രഭാഷകൻ 15:9 പറയുന്ന പോലെ നിനക്കൊരിക്കലും കർത്താവിനെ സ്തുതിക്കാൻ കഴിയില്ല. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നുമില്ല. മനസ്സിലായോ? അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത് നമ്മൾ ശരീരത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, ഒന്നാമത് നമ്മൾ ചിന്തിച്ചു ശരീരത്തിന് ഇഷ്ടമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അത് നമ്മളെ പാപത്തിൽ കൊണ്ടെത്തിക്കും. ഇനി രണ്ടാമത്, ശരീരത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ അത് ചില നന്മയിലേക്കും എത്തിക്കും. മനസ്സിലായി? രണ്ടിതുണ്ട്. ഒന്ന് നമ്മളെ പാപത്തിലേക്ക് എത്തിക്കും, രണ്ടാമത് നമ്മളെ ചില നന്മയിലേക്കും എത്തിക്കും. മനസ്സിലായോ? ആ നന്മയിലേക്ക് എത്തിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ശ്രദ്ധയോടെ കേൾക്കണം, തെറ്റിദ്ധരിക്കരുത്, വേറെ അർത്ഥത്തിൽ നിങ്ങൾ എടുക്കരുത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ശ്രദ്ധയോടെ കേൾക്കണം. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുടുംബനാഥൻ ഞായറാഴ്ച ദേവാലയത്തിൽ പോലും വരാതെ, കുർബാനയ്ക്ക് വരാതെ, പ്രാർത്ഥനയില്ലാതെ തൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ അവിടെ ഒരു നന്മയുണ്ട്, ഇല്ലേ? നന്മയെന്ന് പറഞ്ഞാൽ എന്താ? നന്മയെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധി ആ കുടുംബത്തിനുണ്ടാകും, മക്കളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കും, ജീവിത പങ്കാളി ഭാര്യയുടെ അല്ലെ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയും, ഇല്ലേ? അപ്പോൾ ഒരു നന്മയുണ്ട് അവിടെ. പക്ഷേ മറുവശത്ത് ഒരു ദോഷമുണ്ട്. എന്താ? ദേവാലയമില്ല, സഭയില്ല, പ്രാർത്ഥനയില്ല, കൂദാശയില്ല, ദൈവവിചാരമില്ല, ഒന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ ഇല്ലേ, ജോലി മാത്രമേ ഉള്ളൂ, അധ്വാനം മാത്രമേ ഉള്ളൂ, പ്രാർത്ഥനയില്ല. മനസ്സിലായോ? പ്രാർത്ഥനയില്ലാത്ത ഒരു പ്രവൃത്തി. മനസ്സിലായോ? പ്രാർത്ഥനയില്ലാത്ത ഒരു പ്രവൃത്തി, അതൊരു നന്മയുണ്ട്. നന്മ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, കുടുംബത്തിൽ സാമ്പത്തികമായ ഈ ലൗകികമായ ഭൗതികമായ എല്ലാ നന്മകളും കുടുംബത്തിലുണ്ടാകും. ഇപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച്, സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കുട്ടികൾ, അവരൊരു പക്ഷേ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വരും. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വന്നിട്ട് കാറ്റഗിസത്തിന് ഇരിക്കത്തില്ല, സൺഡേ സ്കൂളിൽ ഇരിക്കത്തില്ല. എന്താ? ട്യൂഷനുണ്ട്. ഒറ്റ പോകാം. എൻ്റെ മക്കളെ, ഞാൻ എൻ്റെ ഒരു 5 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് പറയട്ടെ, ഇത് കണ്ടതുകൊണ്ടാണ് പറഞ്ഞേ. ഞാൻ എൻ്റെ 5 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് കണ്ട അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഒരിക്കലും ഞാൻ എൻ്റെ പള്ളിയിൽ, ഞാൻ ശുശ്രൂഷ ചെയ്ത എൻ്റെ പള്ളിയിൽ, പിന്നെ ഞങ്ങളുടെ മലങ്കര ആരാധനക്രമത്തിലെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് വൈദികൻ പ്രാർത്ഥന സഹായം യാചിച്ചുകൊണ്ടാണ്. സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ ബലി, അതായത് പിന്നെ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് വൈദികൻ ജനത്തിൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞിട്ട്, സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ ബലി സഭ മുഴുവനും വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഇത് പറഞ്ഞുകൊണ്ടാണ്, ഇത് ഇങ്ങനൊരു പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടാണ് പിന്നീട് മദ്ബഹയിലേക്ക് തിരിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞ് കുർബാന ബാക്കി കുർബാനയിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നെ അപ്പോഴേക്കും മറയടയ്ക്കും. അപ്പോൾ ഈ സമയത്ത് ഏകദേശം ആരൊക്കെ വന്നു, പ്രത്യേകിച്ച് അന്ന് ഒരു ചെറിയ പള്ളിയായിരുന്നു, ഒരു 20-25 താഴെ കുടുംബമുള്ളൊരു പള്ളിയായതുകൊണ്ട് പെട്ടെന്ന് ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല എന്നുള്ളത് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കിട്ടും. കാരണം വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും പുറകിൽ ഒരു ചെറുപ്പക്കാരനുണ്ട് ഈ സമയത്ത്, ഈ പ്രാർത്ഥന സഹായം ചോദിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ടാണ്, ഗീതങ്ങൾ ആലപിച്ചിട്ട് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നു. പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അൾത്താരം മറ തുറക്കും. അൾത്താരം മറ തുറന്നപ്പോൾ ഞാൻ നേരത്തെ കണ്ട ഏറ്റവും പുറകെ നിന്ന ചെറുപ്പക്കാരനെ കാണാനില്ല. പിന്നെ കുർബാന തീരുന്നവരെ അവനെ കണ്ടിട്ടില്ല. അപ്പോൾ കുർബാന എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവനെ ഒരിക്കലും വഴി വെച്ച് പിടിച്ചിട്ട് ഞാൻ ഇവനോട് പറയാം, നീ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പ്രാർത്ഥന സഹായം ചോദിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ നീ അവിടെ പുറകെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ നിന്നെ കാണാനില്ല, കുർബാനയ്ക്ക് മൊത്തം പിന്നെ നിന്നില്ല, നീ എവിടെ പോയി? ഉടനെ അച്ഛൻ പറഞ്ഞു, അച്ഛാ ഞാൻ കുർബാനയ്ക്ക് വന്നു.
ഞാൻ പറഞ്ഞു എവിടെ വന്നു? ഞാൻ തുടക്കത്തിലുണ്ടായിരുന്നു. അത് തന്നെ എനിക്കറിയാം, നീ തുടക്കത്തിലുണ്ടായിരുന്നു, പിന്നെ എവിടെ പോയി? അച്ഛാ പിന്നെ ഒരു ക്രിക്കറ്റ് ഉണ്ടായിരുന്നു അച്ഛാ. ഈ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ക്ലബിൻ്റെ ഒരു ക്രിക്കറ്റ് ഉണ്ടായിരുന്നു, ഞാൻ അതിന് പോയതാ. അവൻ്റെ വിചാരം എന്താണെന്നറിയാമോ? തുടക്കത്തിൽ ആ ഒരു സമയത്ത് അത്രയും കുർബാനയ്ക്ക് വന്നല്ലോ, പള്ളി വന്നല്ലോ, അതാണ് കുർബാനയ്ക്ക് വന്നു. അവൻ്റെ ഒരു കാഴ്ചപ്പാടതാ, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് കളിയുടെ സമയമായി, അവ ഇറങ്ങിപ്പോയി. എനിക്കറിയാവുന്ന മറ്റൊരു കുടുംബമാണ്, ഞാൻ ശുശ്രൂഷ ചെയ്തൊരു പള്ളിയിലെ ഒരു കുടുംബം. ആ കുടുംബത്തിൽ ഒരു പെൺകുട്ടി, അവൾ സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുന്നൊരു കുട്ടിയാണ്. ഞാനവിടെ 1.5 വർഷത്തോളം പള്ളി ശുശ്രൂഷ ചെയ്തു. ആ 1.5 വർഷവും ഇവൾ പള്ളി വന്നിട്ടില്ല. ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? അച്ഛാ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും, എനിക്ക് സിവിൽ സർവീസ്, ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ പഠിക്കും, എനിക്ക് പുറത്ത് കോച്ചിങ്ങിന് പോകാൻ കഴിയില്ല. കാരണം ശരിയാ, ഒരു പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയാണ്, അവൾക്ക് പഠിക്കാൻ കഴിവുണ്ട്, പക്ഷേ സാമ്പത്തികമായിട്ട് അവളെ പഠിപ്പിക്കാനുള്ള ഒരു കഴിവ് കുടുംബത്തിനില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്യും? അവൾ ഇങ്ങനെ തന്നെത്താൻ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ സ്വയം തന്നെത്താൻ വാങ്ങിച്ച് വായിച്ച് പഠിക്കുക. ഞായറാഴ്ച പോലും അവൾ പഠിക്കുക, കുർബാനയ്ക്ക് വരുന്നില്ല, പഠനം. മനസ്സിലായോ? ഇതിലൊരു നന്മയുണ്ട്. നന്മ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഞാൻ ആദ്യത്തെ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ്റെ അവൻ പോയി കളിച്ചു, അവൻ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നൊരു ചെറുപ്പക്കാരന്, അവൻ നല്ല ബാറ്റ് ചെയ്തു, റൺസ് എടുത്തു, ടീം ജയിച്ചു, നന്മയുണ്ട്. മനസ്സിലായോ? ഇപ്പുറത്തെ ഒരു തിന്മയുണ്ട്, എന്താ? കുർബാന കണ്ടില്ല, അതൊരു തിന്മയാണ്. ഇനി ഈ പെൺകുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു നന്മയുണ്ട്, എന്താ? അവളിത് കഷ്ടപ്പെട്ട് പഠിച്ച് നാളെ സിവിൽ സർവീസ് അറ്റൻഡ് ചെയ്തു, പരീക്ഷ അറ്റൻഡ് ചെയ്തു, അവൾ ജയിച്ചു. അപ്പം അവളുടെ കുടുംബത്തിന്, അവളുടെ ഒരു സമൂഹത്തിന് ഒരു നന്മ ലഭിക്കും, ഇല്ലേ? ഭൗതികമായ നന്മ ലഭിക്കും. പക്ഷേ ഇപ്പുറത്തെ ഒരു തിന്മയുണ്ട്, എന്താ? കുർബാനയില്ല, പ്രാർത്ഥനയില്ല, ഈശോ ഇല്ല, ദൈവവിചാരമില്ല, ഒന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ ഇതിലൊരു നന്മയുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അതിനേക്കാളും വലിയ ഒരു തിന്മ ഇപ്പുറത്തുണ്ട്. അത് ദൈവത്തെ നഷ്ടപ്പെടുന്നു എന്ന ഒരു തിന്മ. മനസ്സിലായോ? ദൈവത്തെ നഷ്ടപ്പെടുന്നു എന്ന ഒരു തിന്മ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്. അതായത് പ്രാർത്ഥനയും പ്രവർത്തനവും, മനസ്സിലായോ? ദൈവവിചാരവും അധ്വാനവും ഒരേപോലെ കൊണ്ടുപോകണം. എൻ്റെ ഈ 2 കരങ്ങളിൽ ഞാൻ എടുക്കുകയാണ്. ഒരു കയ്യിൽ ദൈവവും വേണം, ഒരു കയ്യിൽ എൻ്റെ അധ്വാനവും വേണം. ദൈവവിചാരവും വേണം, അധ്വാനവും വേണം. ഇത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകണം. അപ്പോഴാണ് എൻ്റെ ജീവിതം ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക്, ഉയരങ്ങളിലേക്ക് എത്തുന്നത്. ഉൽപ്പത്തി 39:23 അവിടെ ജോസഫിനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെയ്തതൊക്കെയും കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. കേട്ടോ, ശുഭമാക്കി തീർത്തു. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കൂടെ കർത്താവുണ്ട്, അതോടൊപ്പം അവൻ്റെ അധ്വാനമുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ വാഹനം ഓടിക്കുന്നവരാണ്, നിങ്ങൾ പഠിപ്പിക്കുന്നവരാണ്, നിങ്ങൾ ഡോക്ടറാണ്, നേഴ്സാണ്, അല്ലെങ്കിൽ ഞാനൊരു അച്ഛനാണ്, ഒരു വൈദികനാണ്, എന്തോ ആയിക്കോട്ടെ, ഞാനൊരു അധ്യാപകൻ, ടീച്ചറാണ്, ഞാനൊരു കൂലിവേലക്കാരനാണ്, എന്തോ ആയിക്കോട്ടെ, ഏത് ജോലി ആയിക്കോട്ടെ, ഒരു ജോലിയും ചെറുതല്ല. ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മാന്യതയുണ്ട്, മേന്മയുണ്ട്, നന്മയുണ്ട്, എല്ലാറ്റിനും നന്മയുണ്ട്. പക്ഷേ ദൈവവിചാരമില്ലാതെ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ജീവൻ ഉണ്ടാകില്ല, ജീവൻ നൽകില്ല, മറ്റുള്ളവർക്ക് ജീവനിലേക്ക്, മറ്റുള്ളവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കില്ല. മനസ്സിലായോ? ദൈവവിചാരമില്ലാതെ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു നന്മയും ഉണ്ടാകില്ല. എൻ്റെ കരങ്ങളിൽ ഈശോ ഉണ്ടാകണം. ജോസഫിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിച്ച നല്ലൊരു മാതൃകത. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെയ്തതൊക്കെയും കർത്താവ് ശുഭമാക്കി തീർത്തു. ഈ ഒരു ചിന്ത നമ്മളെ വഴി നടത്തണം. മനസ്സിലായോ? ഈ ഒരു ചിന്ത നമ്മളെ വഴി നടത്തണം. നമ്മൾ ശരീരത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളിങ്ങനെ ആഗ്രഹിക്കരുത്. എൻ്റെ ഉള്ളിൽ ദൈവം നിവേശിപ്പിച്ച ഒരു ആത്മാവുണ്ട്. ആത്മാവ് ദൈവവുമായിട്ട് ഒന്നിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. മത്തായി 6:11 ഈശോ നമ്മളെ പഠിപ്പിച്ച നല്ലൊരു പ്രാർത്ഥനയുണ്ട്, കർത്തൃപ്രാർത്ഥന. നമ്മൾ എന്നും ചൊല്ലുന്നതാണ്, ഇല്ലേ? അതിൽ പറയുന്നുണ്ടല്ലോ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അന്നൊന്നും വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. എൻ്റെ പ്രിയമുള്ളവരെ, അതായത് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളല്ല മാത്രമല്ല, അതായത് എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രമല്ല. എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു ആത്മാവുണ്ട്, ദൈവം തന്ന ഒരു ആത്മാവുണ്ട്. അതിൻ്റെയും കൂടെ ആവശ്യം കണ്ടുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലാനാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. അന്നൊന്നും വേണ്ട ആഹാരം, എൻ്റെ ശരീരത്തിന് വേണ്ട ആഹാരം എന്താ? ഈ ലോകം വെച്ച് നേടുന്ന ചില സുഖങ്ങൾ. എൻ്റെ ആത്മാവിന് വേണ്ട ആഹാരം എന്താ? എൻ്റെ ആത്മാവിന് വേണ്ട ആഹാരം ഈശോയാ. എൻ്റെ ആത്മാവിന് വേണ്ട ആഹാരം വിശുദ്ധ കുർബാനയാ. എൻ്റെ ആത്മാവിന് വേണ്ട ആഹാരം വിശുദ്ധിയാ. എൻ്റെ ആത്മാവിന് വേണ്ട ആഹാരം ദൈവകൃപയാ.
ഇതിനെല്ലാം കണ്ടോ, എൻ്റെ ശരീരത്തിൻ്റെയും എൻ്റെ ആത്മാവിൻ്റെയും വിശപ്പും ദാഹവും തീർക്കാനുള്ള ഒരു പ്രാർത്ഥനയാക്കിക്കൊണ്ട്, അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇത് പ്രാർത്ഥിക്കണം. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അതാണല്ലോ മത്തായി 4:4 ഈശോ ഇല്ലേ പിശാചിൻ്റെ പ്രലോഭന വേളയിൽ ഈശോ പിശാചിനോട് പറയുന്നുണ്ട്. മത്തായി 4:4 അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ശരീരത്തിൻ്റെ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ആത്മാവിന് ആഗ്രഹമുള്ള ദൈവത്തിൻ്റെ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. എൻ്റെ ശരീരം എന്ന് പറയുന്നത് എൻ്റെ മനുഷ്യനായ ഞാൻ ശരീരമുണ്ട്, ആത്മാവുണ്ട്. ഇത് ഈ ലോകത്തിൻ്റെ അപ്പം മാത്രം ഭക്ഷിച്ച് തൃപ്തി അടഞ്ഞ് ജീവിക്കരുത്. ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ വചനമനുസരിച്ചുള്ള ജീവിതം, ഈശോ നൽകുന്ന സന്ദേശം, മനസ്സിലായോ? ഇത് പാലിച്ചുകൊണ്ടുള്ള ജീവിതം, ഇത് പഠിച്ചുകൊണ്ടുള്ള ജീവിതം, ഇത് അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം, ഇതാണ് ആത്മാവിൻ്റെ ആഗ്രഹം. ഇത് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ, തിരിച്ചറിയണം. ഇത് പലപ്പോഴും ലോകത്തിൽ ഇത് ഞങ്ങൾ വൈദികരോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ആത്മായ ശുശ്രൂഷകരോ എത്ര പറഞ്ഞാലും 100-ൽ 90% മനുഷ്യരും ഇതനുസരിക്കുന്നില്ല, പാലിക്കുന്നില്ല എന്നുള്ളത് സങ്കടത്തിൽ നിന്ന് പറയുക. നമ്മുടെ ശരീരത്തിന് ആവശ്യങ്ങൾ മാത്രമല്ല. ഇപ്പോൾ അച്ഛനായ എനിക്കും എൻ്റെ ശരീരത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അതൊന്നും വേണ്ടെന്നല്ല, വേണം. പക്ഷേ അതിനേക്കാൾ ഉപരിയായി എൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുണ്ട്, ഒരു ദൈവത്തോടുള്ള ഒരു ഐക്യമുണ്ട് മക്കളെ. അതിനുവേണ്ടി നമ്മൾ ജീവിക്കണം, അതിനുവേണ്ടി നീ ജീവിക്കണം. മനസ്സിലായോ? വീണ്ടും നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ യോഹന്നാൻ 6:37 നമ്മൾ കാണുന്നുണ്ട്, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ലെന്നാണ്. മനസ്സിലായോ? ഈശോ പറയാ, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. എന്നാ വാഗ്ദാനമായത്, എന്നാ വാഗ്ദാനമാ! എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിന്നെ തള്ളിക്കളയില്ലെന്നേ അല്ലേ? ഈ കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ സഹനത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ, നീ ഇവിടെ കുറിച്ച് വെച്ചോ. ഇവിടെ വെക്കരുത്, ഇവിടെ വെച്ചാൽ കുറച്ചുകൂടെ മറന്നു പോകും. ചങ്കിൽ വെച്ചോണം. എന്താണെന്നറിയാമോ? യേശുവിൻ്റെ അടുക്കിലേക്ക് ഞാൻ പോയാൽ എൻ്റെ യേശു എന്നെ തള്ളിക്കളയില്ല, എൻ്റെ യേശു എന്നെ തള്ളിക്കളയില്ല. എൻ്റെ പൊന്നുമക്കളെ, ഞാനൊരു ഒരു ദൂത് പറയട്ടെ, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. ആത്മഹത്യ ചെയ്യാൻ തോന്നും. ഈ ജീവിതം ഇനി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? കുറേ നാളായിട്ട് കഷ്ടപ്പെടുക, ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണല്ലോ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നെ ആരും സഹായിക്കാനല്ലോ, എന്തിനിങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കണം, ഞാൻ ചത്ത് കളയാം. എൻ്റെ പൊന്നുമക്കളെ, തോന്നും, ആത്മഹത്യ ചെയ്യാൻ തോന്നും, 100 പ്രാവശ്യമെങ്കിലും തോന്നും. ചെയ്യരുതേ. ഈശോ നിൻ്റെ കൂടെ ഉണ്ടടാ. എമ്മാനുവേൽ എന്നല്ലേ പറയും, എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ അല്ലേ? എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. നിയമാവർത്തനം 4:7 വചനം പറയുന്നത് എന്താ? നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ. കണ്ടോ? നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? എൻ്റെ പൊന്നു മക്കളെ, ഈശോ നിൻ്റെ കൂടെ ഉണ്ട് ഈശോ നിൻ്റെ കൂടെ ഉണ്ട്. ആത്മഹത്യ ചെയ്യല്ലേ കേട്ടോ. ജീവിതത്തെ വെറുക്കരുതേ, ജീവിതത്തെ ഭാരമായിട്ട് നീ കാണരുതേ കേട്ടോ. നീ എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് ജീവിക്കരുതേ, പരാതി പറഞ്ഞ് നീ ജീവിക്കരുതേ. ഈശോ നിൻ്റെ കൂടെ ഉണ്ട് കൊച്ചേ, ഈശോ നിൻ്റെ കൂടെ ഉണ്ട്. അവൻ നിന്നെ കൈക്കൊള്ളും, അവൻ തള്ളിക്കളയില്ല, അവൻ നിന്നെ കൈക്കൊള്ളും. വചനം പറയുന്നത് എന്താ? പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. പ്രിയമുള്ളവരെ, ഈ പിതാവ് അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും പിതാവിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും പിതാവിൻ്റെ സ്വന്തമാണ്, പിതാവായ ദൈവത്തിൻ്റെ സ്വന്തമാണ്. അതെങ്ങനെയാ? മനസ്സിലായോ? ഈശോ പറഞ്ഞെന്താ? പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നത് ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മളെല്ലാവരും ഈ പിതാവിൻ്റെ കയ്യിലുണ്ട്. പിതാവ് നമ്മളെ തൻ്റെ പുത്രൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും പിതാവായ ദൈവത്തിന് സ്വന്തമായവരാ. മനസ്സിലായോ? നമ്മളാരും പിതാവായ ദൈവത്തിൻ്റെ കൂലിക്കാരല്ല, നമ്മളാരും പിതാവായ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരല്ല.
നമ്മളാരും പിതാവായ ദൈവത്തിൽ നിന്ന് ദൂരെ മാറി നടക്കുന്നവരല്ല. നമ്മളെല്ലാവരും പിതാവായ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹവലയത്തിലുള്ളവരാ. അതുകൊണ്ട് തന്നെ ഈ ദൈവം എന്ത് ചെയ്യുന്നറിയോ? ദൈവം നമ്മളെ എല്ലാവരെയും തൻ്റെ പുത്രൻ്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുക. ഇത് നിങ്ങൾ വിശ്വസിക്കണം. ഇതിന് എതിരായിട്ട് പലരും പറയും വിശ്വസിക്കരുത്. നിന്നെ പിതാവ് തൻ്റെ പുത്രൻ്റെ കയ്യിലേക്ക് നിന്നെ കൊടുത്തിരിക്കുകയാണ് എന്നതിന് എതിർപ്പാഠം പലരും നിന്നെ പഠിപ്പിക്കും. നീ വിശ്വസിക്കരുത്. ഇതാണ് സത്യം. പിതാവായ ദൈവം നിന്നെ തൻ്റെ പുത്രനായ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് കൊടുത്തേ? മനസ്സിലായോ? എന്തുകൊണ്ടാണ് കൊടുത്തേ? അതൊരു ചോദ്യമുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ, മാമോദീസയിലൂടെ ഞാൻ എന്ന് മാമോദീസ സ്വീകരിച്ചോ, ആ മാമോദീസ ജലത്തിലൂടെ, മൂറോൻ അഭിഷേകത്തിലൂടെ എന്നിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം എന്നിൽ നിവേശിപ്പിച്ച നാൾ മുതൽ ഈ പിതാവായ ദൈവം എന്നെ തൻ്റെ പുത്രനായ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുക. മനസ്സിലായോ? ഞാനും നീയും എന്ന് മാമോദീസ സ്വീകരിച്ച് സ്ഥൈര്യലേപനം ഉൾക്കൊണ്ടോ, ആ നിമിഷത്തിൽ സ്വർഗം തുറന്ന് പിതാവായ ദൈവം തൻ്റെ ആത്മാവിനെ എന്നിലേക്ക് നിവേശിപ്പിച്ചിട്ടുണ്ട്. എന്നിലേക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്ന നിമിഷം മുതൽ എൻ്റെ മക്കളെ, ഈ പിതാവായ ദൈവം എന്നെ തൻ്റെ പുത്രനായ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുക. മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം, ഇനി എന്തിനാ കൊടുത്തേ? മനസ്സിലായോ? നേരത്തെ എങ്ങനെയാണ് കൊടുത്തേ? പിതാവായ ദൈവം എങ്ങനെ യേശുവിൻ്റെ കയ്യിലേക്ക് നമ്മളെ കൊടുത്തു? ഒറ്റ ഉത്തരവേ ഉള്ളൂ. നമ്മൾ മാമോദീസ സ്വീകരിച്ചത് വഴി, മൂറോനഭിഷേകം പ്രാപിച്ചത് വഴി ദൈവം നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. ഈ പരിശുദ്ധാത്മാവിനെ തന്നതുകൊണ്ട് ആ നിമിഷം മുതൽ ദൈവം നമ്മളെ തന്നെ പുത്രൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇനി എന്തിനു കൊടുത്തു? അതാണ്. മനസ്സിലായോ? എന്തിനു കൊടുത്തു? അത് റോമർ 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. മനസ്സിലായോ? ശ്രദ്ധിച്ച് കേൾക്കണേ, വാക്യം ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് റോമർ 8:11 പറയുകയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, മനസ്സിലായോ? ഈ ആത്മാവ് നിങ്ങളിലും വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. അപ്പോൾ എന്തിനാ നമ്മളെ യേശുയുടെ കയ്യിലേക്ക് കൊടുത്തത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ഉണ്ടാകണം. എനിക്കൊരു നിത്യജീവൻ വേണം. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? പിതാവായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഈ ദൈവ പൈതൽ നരകത്തിലേക്ക് പോകാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല. തൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഈ ദൈവവിശ്വാസി, ദൈവ പൈതൽ പാപത്തിൽ വീണ് നഷ്ടപ്പെട്ടു പോകാൻ, നശിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. തൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഈ ദൈവ പൈതൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പിന്നാലെ പോയി ജീവിതം ഒരു അർത്ഥമില്ലാതെ ജീവിച്ച് തീർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം എന്താ ആഗ്രഹിക്കുന്നത് അറിയാമോ? തൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഈ ദൈവ പൈതൽ, അവൻ പാവപ്പെട്ടവനായിക്കോട്ടെ, പണക്കാരനായിക്കോട്ടെ, വെളുത്തവനായിക്കോട്ടെ, കറുത്തവനായിക്കോട്ടെ, ഏത് സ്ഥിതി ജീവിക്കുന്നവനായിക്കോട്ടെ, ഇവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? എൻ്റെ ആത്മാവുണ്ട്. അതുകൊണ്ട് ഇവൻ നഷ്ടപ്പെടാൻ പാടില്ല, നശിക്കാൻ പാടില്ല. എന്നോടുകൂടെ സ്വർഗത്തിൽ എൻ്റെ അടുത്തുണ്ടാകണം. ഈ ഒരു വലിയ ആഗ്രഹം ഈ സ്വർഗത്തിലെ ഈ അപ്പനുള്ളതുകൊണ്ട് ആ പൊന്നു മക്കളെ, നമ്മളെ ഓരോരുത്തരെയും തൻ്റെ പുത്രൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട്, നീ സൂക്ഷിച്ചോണേടാ, നീ നോക്കിക്കോണം, എൻ്റെ കൊച്ചിനെ നീ നോക്കിക്കോണം. മനസ്സിലായോ? എൻ്റെ കുഞ്ഞിനെ നീ നോക്കിക്കോണം. അവൻ പാപത്തിലേക്ക് ചിലപ്പോൾ പോകാം, നീ തിരുത്തിക്കോണം. ലോകത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ അവനെ പിടിച്ചുകൊണ്ട് പോകാം, നീ വിട്ടുകൊടുക്കരുത്. പിശാച് അവൻ്റെ മുമ്പിൽ അവനെ കണ്ണു വെച്ചിരിക്കുക, നീ പിശാചിൻ്റെ കയ്യിലേക്ക് കൊടുക്കരുതേ. കണ്ടോ? നമ്മളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചേക്കുക. എന്താണെന്നറിയാമോ? എന്തിനാ? സ്വർഗത്തിൽ എത്താനുള്ളവരാണ് നമ്മളൊക്കെ. എൻ്റെ മക്കളെ, നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിൽ എത്താനുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതം
ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് മണ്ണടിഞ്ഞ് പോകേണ്ടതല്ല മനുഷ്യ, ക്രിസ്ത്യാനി, നിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ മരണത്തിനും അപ്പുറം ഒരു ജീവിതമുണ്ട്, ഒരു നിത്യജീവനുണ്ട്. ആ നിത്യജീവനിൽ നമ്മുടെ പിതാവിൻ്റെ വലതുഭാഗത്ത് പുത്രനായ യേശുവിൻ്റെ മടിത്തട്ടിൽ തൻ്റെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയുടെ നടുക്ക് ഇരിക്കേണ്ടതാ ക്രിസ്ത്യാനി, എൻ്റെ നിൻ്റെ ജീവിതം. അത് ഈ ഭൂമിയിൽ തീരുന്നതല്ല. ഭൂമിയിൽ തീർന്നാലും സ്വർഗത്തിലുണ്ടാകണം നീ. ഭൂമിയിൽ തീരുന്ന നിൻ്റെ ജീവിതം സ്വർഗത്തിൽ ആരംഭിക്കേണ്ടതാകണം നിൻ്റെ ജീവിതം. മനസ്സിലായോ? പിതാവായ ദൈവം അത് ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ആ ഒരു ആഗ്രഹത്തോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. നമുക്ക് ഈശോയെ സ്നേഹിക്കാം. യേശുവിലൂടെ മാത്രമേ, മനസ്സിലായി, അതായത് പിതാവായ ദൈവം നമ്മൾ ഓരോരുത്തരും തന്നെ പുത്രൻ്റെ കയ്യിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ പുത്രനിലൂടെ മാത്രമേ ഇനി പിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. ലോകത്തിൽ അനേക ദൈവ സങ്കല്പങ്ങളുണ്ട്, ലോകത്തിൽ അനേക മതവിശ്വാസങ്ങളുണ്ട്. പക്ഷേ അവരിലൂടെ ഒന്നും ലഭിക്കാത്ത ആ മതദൈവങ്ങളുടെ സങ്കല്പങ്ങളിലൂടെ ഒന്നും ലഭിക്കാത്ത ഒരു ഏറ്റവും വലിയ നന്മ എന്തെന്നറിയാമോ? യേശുവിലൂടെ മാത്രമേ നിത്യജീവൻ കിട്ടൂ എന്നുള്ളതാണ്. വേറെ ഒരു ശക്തിയിലൂടെയും കിട്ടില്ല, വേറെ ഒരു മാജിക്കിലൂടെയും കിട്ടില്ല. നീ ഏത് പുണ്യപ്രവൃത്തി ചെയ്താൽ ഒരുപക്ഷെ കിട്ടില്ല. കിട്ടണമെങ്കിൽ നീ ഈശോയുടെ കൂടെ ഉണ്ടാകണം. ഈശോയെ നീ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിക്കണം. യേശുവാണ് ഏകദൈവം, യേശുവാണ് ഏകരക്ഷകൻ, യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് നീ അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീ ജീവിതം കൊണ്ട് ജീവിച്ചു തീർത്താൽ എൻ്റെ മക്കളെ, ഈശോ നിന്നെ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കും, നിത്യജീവനിലേക്ക് നിന്നെ ഉയർത്തും. നമുക്ക് ആ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നമുക്കിത് ആഗ്രഹിക്കാം, നിത്യജീവനെ ആഗ്രഹിക്കാം. നമുക്ക് ഈ ചിന്തകളെ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് കൊണ്ടുവരാം. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വിശപ്പുണ്ട്, ദാഹമുണ്ട്. അതായത് മനുഷ്യൻ്റെ ശരീരത്തിനുണ്ട് വിശപ്പ്, ശരീരത്തിനുണ്ട് ദാഹം. പക്ഷേ അതുപോലെ തന്നെ ആത്മാവിനും വിശപ്പുണ്ട്, ആത്മാവിനും ദാഹമുണ്ട്. നമ്മൾ പലപ്പോഴും ശരീരത്തിൻ്റെ വിശപ്പ് തീർക്കാൻ, ശരീരത്തിൻ്റെ ദാഹം തീർക്കാനൊക്കെ ഓടുമ്പോൾ എൻ്റെ ഉള്ളിൽ ആത്മാവ് വിലപിക്കുന്നുണ്ട്. കാരണം ആത്മാവിൻ്റെ വിശപ്പും ആത്മാവിൻ്റെ ദാഹം എന്ന് പറയുന്നത് നിത്യജീവനാണ്, ഈശോയാണ്, കൃപയാണ്, പരിശുദ്ധാത്മാവാണ്, വിശുദ്ധിയാണ്. മനസ്സിലായോ? അപ്പോൾ ആത്മാവിൻ്റെ വിശപ്പും ദാഹവും തീർക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. എൻ്റെ മക്കളെ, ഈ ശരീരത്തിൻ്റെ നമ്മൾ ഈ വിശപ്പ് നമ്മൾ തീർക്കാൻ, ശരീരത്തിൻ്റെ ദാഹം തീർക്കാനൊക്കെ നമ്മൾ ഓടുമ്പോൾ പലപ്പോഴും നമ്മളെ അത് നമ്മളെ പാപത്തിലേക്ക് കൊണ്ടെത്തിക്കാം. അതൊന്ന്. രണ്ടാമത്, ഈ ശരീരത്തിൻ്റെ വിശപ്പ് ദാഹവും തീർക്കാൻ നമ്മൾ ഓടുമ്പോൾ അത് നമ്മളെ ചിലപ്പോൾ ചില നന്മയിലേക്കും എത്തിക്കാം. പക്ഷേ ഏത് എത്തിച്ചാലും ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ, ശരീരത്തെ വളർത്താനാണ് ഞാൻ ഓടുന്നതെങ്കിൽ അതെല്ലാം എന്നെ അവസാനം നാശത്തിലേക്ക് കൊണ്ടെത്തിക്കൂ, നാശത്തിൽ അത് അവസാനിക്കൂ. എപ്പോഴും എൻ്റെ ആത്മാവിനെ പറ്റിയൊരു വിചാരം ഉണ്ടാകണം. ഈ ആത്മാവ് സ്വർഗത്തിൽ എത്തേണ്ടതാണ് എന്നൊരു വിചാരം ഉണ്ടാകണം. ഈശോ നന്ദന്ന് നല്ലൊരു വാഗ്ദാനം ഉണ്ടല്ലോ, ഇല്ലേ? എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല, ഇല്ലേ? തള്ളിക്കളയുകയില്ല. ഇത് വിശ്വസിക്കും മക്കളെ. നിൻ്റെ കൂടെ കർത്താവുണ്ട് കേട്ടോ, ഒരു കൂടെ കർത്താവുണ്ട്. നമ്മൾ അടുത്ത നാലാമത്തെ ചിന്തിച്ചാൽ എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും.